ആകാശവാണി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 108 പതിപ്പിനെ ആസ്പദമാക്കി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി. 2024 രാജ്യം കൈവരിച്ച നേട്ടങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇന്നത്തെ മൻ കി ബാത് പരിപാടി ആരംഭിച്ചത്. നാളെ 2024 ആദ്യ സൂര്യോദയത്തിലേക്ക് പ്രവേശിക്കാനിരിക്കെ ഏവർക്കും പ്രധാനമന്ത്രി പുതുവത്സരാശംസകൾ നേർന്നു. 140 करोड़ भारतीयों की ताकत है कि इस वर्ष हमारे देश ने कई विशेष उपलब्धियां हासिल की है। इसी साल नारी शक्ति वंदन अधिनियम पास हुआ। बहुत सारे लोगों ने पत्र लिखकर भारत के 5वीं सबसे बड़ी अर्थव्यवस्था बनने पर खुशी जाहिर की। अनेक लोगों ने मुझे G20 समिट की सफलता याद दिलाई। स्पोर्ट्स में भी हमारे एथलीटों ने ജബർദസ്ത് പ്രദർശനം കിയ. 2023 140 കോടി ഭാരതീയരുടെ കരുത്തിലൂടെ നമ്മുടെ രാജ്യം നിരവധി സവിശേഷ നേട്ടങ്ങൾ കൈവരിച്ചു. വർഷങ്ങളായി കാത്തിരുന്ന നാരി ശക്തി വന്ദൻ നിയമം പാസാക്കി. ഇന്ത്യ 5ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി. രാജ്യം G20 വിജയകരമായി നടത്തി. ഇന്ന് ഇന്ത്യയുടെ എല്ലാ കോണുകളും ആത്മവിശ്വാസം നിറഞ്ഞതാണ്. വികസിത ഇന്ത്യയുടെ ആത്മാവ് സ്വാശ്രയത്വത്തിന്റേതാണ്. 2024 നാം അതേ ചൈതന്യവും വേഗതയും നിലനിർത്തേണ്ടതുണ്ട്. ഓരോ ഭാരതീയനും വോക്കൽ ഫോർ ലോക്കൽ എന്ന മന്ത്രത്തിന് പ്രാധാന്യം നൽകുന്നു. ചന്ദ്രയാൻ 3ന്റെ വിജയം, രാജ്യത്തിന് ലഭിച്ച ഓസ്കാർ മധുരം എന്നിവ അഭിമാന മുഹൂർത്തങ്ങൾ രാജ്യത്തിന് സമ്മാനിച്ചു. ഈ വർഷം കായിക രംഗത്തും നമ്മുടെ താരങ്ങൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ഏഷ്യൻ ഗെയിംസിൽ 107 മെഡലുകളും ഏഷ്യൻ പാരാ ഗെയിംസിൽ 111 മെഡലുകളും നമ്മുടെ കളിക്കാർ നേടി. ക്രിക്കറ്റ് ലോകകപ്പിലെ പ്രകടനത്തിലൂടെ ഇന്ത്യൻ താരങ്ങൾ ഏവരുടെയും ഹൃദയം കീഴടക്കി. അണ്ടർ 19 T20 ലോകകപ്പുകളിൽ നമ്മുടെ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ വിജയം വളരെ പ്രചോദനകരമാണ്. പല കായിക ഇനങ്ങളിലും താരങ്ങൾ കൈവരിച്ച നേട്ടങ്ങൾ രാജ്യത്തിന് കീർത്തി സമ്മാനിച്ചു. ഇപ്പോൾ 2024 പാരീസ് ഒളിമ്പിക്സ് സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് രാജ്യം. ഒറ്റക്കെട്ടായ പരിശ്രമം രാജ്യത്തിന്റെ വികസന യാത്രയിൽ വളരെ ഗുണാത്മക സ്വാധീനം ചെലുത്തി. ആസാദി കാ അമൃത് മഹോത്സവ്, മേരി മാട്ടി മേരാ ദേശ് തുടങ്ങിയ പ്രചാരണങ്ങൾ വൻ വിജയമായി. കോടിക്കണക്കിന് ജനങ്ങൾ ഇതിൽ പങ്കാളികളായി. 70,000 അമൃത് തടാകങ്ങളുടെ നിർമ്മാണവും ഈ വർഷത്തെ നമ്മുടെ നേട്ടമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. जब भी हमने मिलकर प्रयास किया, हमारे देश की विकास यात्रा पर बहुत सकारात्मक प्रभाव हुआ. हमने आजादी का अमृत महोत्सव और मेरी माटी मेरा देश ऐसे सफल अभियान का अनुभव किया. നൂതനാശയങ്ങൾക്ക് പ്രാധാന്യം നൽകാത്ത ഒരു രാജ്യത്തിൽ വികസനം നിലയ്ക്കുമെന്ന് താൻ വിശ്വസിക്കുന്നതായി പറഞ്ഞ പ്രധാനമന്ത്രി, ഭാരതം ഇന്നൊവേഷൻ ഹബ്ബായി മാറുന്നത് നമ്മൾ നിരന്തരം മുന്നേറുമെന്നതിന്റെ പ്രതീകമാണെന്നും അറിയിച്ചു. 2015 ഗ്ലോബൽ ഇന്നൊവേഷൻ സൂചികയിൽ രാജ്യം 81ാം സ്ഥാനമായിരുന്നത് ഇന്ന് 40ാം സ്ഥാനത്തെത്തി. ഈ വർഷം ഇന്ത്യയിൽ ഫയൽ ചെയ്ത പേറ്റന്റുകളുടെ എണ്ണം വർദ്ധിച്ചു. അതിൽ 60% ആഭ്യന്തര ഫണ്ടുകളിൽ നിന്നുള്ളതാണ്. QS ഏഷ്യ യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യൻ സർവകലാശാലകളാണ് ഇത്തവണ ഇടം പിടിച്ചത്. നേട്ടങ്ങളുടെ പട്ടിക വലുതാണെന്നും ഭാരതത്തിന്റെ സാധ്യതകൾ എത്രത്തോളം വലുതാണ് എന്നതിന്റെ നേർക്കാഴ്ചയാണ് ഇത് പ്രതിഫലിപ്പിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയും ആവേശവും ചർച്ച ചെയ്യുമ്പോൾ തന്നെ ജനങ്ങളിൽ, പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിൽ ജീവിതശൈലി രോഗങ്ങൾ ഉയർത്തുന്ന വെല്ലുവിളി ആശങ്കയുണ്ടാക്കുന്നതാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഒപ്പം ഫിറ്റ് ഇന്ത്യയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു. ഭാരതത്തിന്റെ ശ്രമഫലമായി 2023 അന്താരാഷ്ട്ര മില്ലറ്റ് വർഷമായി ആചരിച്ചു. ഇത് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്റ്റാർട്ടപ്പുകൾക്ക് ധാരാളം അവസരങ്ങൾ സമ്മാനിച്ചു. ഈ സ്റ്റാർട്ടപ്പുകൾ ആരോഗ്യകരമായ ഭക്ഷണ സാധ്യതകളെക്കുറിച്ച് പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. ഡയറ്റീഷ്യനായ ശ്രീമതി ഉമ കല്യാണി. മില്ലറ്റ് അഥവാ ചെറുധാന്യങ്ങളായ തിന, കൂവരക്, ചാമ, കടുവാപ്പുല്ല് എന്നിവ പോഷക സമൃദ്ധവും പരമ്പരാഗതമായി നാം ഉപയോഗിച്ചുകൊണ്ടിരുന്നവയുമാണ്. മില്ലറ്റുകൾ കൊണ്ട് നമുക്ക് പോഷക സമൃദ്ധമായ പലഹാരങ്ങളും പായസവും കുറുക്കുകളും എല്ലാം തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ്. മില്ലറ്റുകൾ തവിടോടുകൂടിയ ധാന്യങ്ങളായതിനാൽ നാരിന്റെ അംശം കൂടുതലാണ്. ഇവ വിറ്റമിനുകളുടെയും മിനറലുകളുടെയും ഒരു കലവറയുമാണ്. ശാരീരിക ആരോഗ്യത്തോടുള്ള താൽപര്യം വർദ്ധിക്കുന്നതിനാൽ
ഈ മേഖലയുമായി ബന്ധപ്പെട്ട പരിശീലകരുടെ ആവശ്യവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ശാരീരിക ആരോഗ്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ മാനസികാരോഗ്യത്തിനും പ്രാധാന്യം നൽകണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. മാനസികാരോഗ്യത്തെക്കുറിച്ചുള്ള ശ്രീ സദ്ഗുരു ജഗ്ഗി വാസുദേവിന്റെ കാഴ്ചപ്പാടുകളും ഇന്നത്തെ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി പങ്കുവച്ചു. Working for an internal mental health situation or working for an equanimous chemistry within ourselves, a chemistry of peacefulness, joyfulness, blissfulness, is something that has to be brought into every individual's life, into the cultural life of a society and the nations around the world and the entire humanity. It's very important we understand our mental health, our sanity is a fragile privilege. We must protect it. We must nurture it. ചെസ് ഗെയിമിന് മാനസിക ക്ഷമത എത്ര പ്രധാനമാണ് എന്നതിനെക്കുറിച്ച് ഗ്രാൻഡ് മാസ്റ്റർ ശ്രീ വിശ്വനാഥൻ ആനന്ദ് സംസാരിച്ചു. My fitness tip to all Man Ki Baat listeners would be to keep calm and focus on the task at hand. The best fitness tip, for me absolutely the most important fitness tip, is to get a good night's sleep. I think 7 or 8 is an absolute minimum. So we should try as hard as possible to get a good night's sleep, because that is when the next day you're able to get through the day in calm fashion. You don't make impulsive decisions. You're in control of your emotions. For me, sleep is the most important fitness tip. ക്രിക്കറ്റ് താരം ഹർമൻപ്രീത് കൗർ, നടൻ അക്ഷയ് കുമാർ തുടങ്ങിയവരും ഇന്നത്തെ മൻ കി ബാത്തിൽ ആരോഗ്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ആശയങ്ങൾ പങ്കുവച്ചു. ആരോഗ്യമുള്ളവരായും ശാരീരിക ക്ഷമതയുള്ളവരായും ഇരിക്കാൻ ഏവരോടും ആഹ്വാനം ചെയ്ത പ്രധാനമന്ത്രി 2024 ആരംഭിക്കാൻ ഫിറ്റ്നസിനേക്കാൾ വലിയ പ്രതിജ്ഞ ഉണ്ടാവില്ല എന്നും അഭിപ്രായപ്പെട്ടു. കാശി തമിഴ് സംഗമത്തിൽ പങ്കെടുക്കാൻ ആയിരക്കണക്കിന് ആളുകൾ തമിഴ്നാട്ടിൽ നിന്ന് കാശിയിൽ എത്തിയിരുന്നുവെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി അന്ന് വേദിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂളായ അഗാ ഭാഷിണി ഉപയോഗിച്ച് താൻ ഹിന്ദിയിൽ സംസാരിച്ചത് തത്സമയം തമിഴ് ഭാഷയിൽ അവിടെ സന്നിഹിതരായിരുന്ന തമിഴ്നാട്ടുകാർക്ക് കേൾക്കാൻ സാധിച്ചതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഒരു ഭാഷയിൽ പ്രഭാഷണം നടത്തുകയും പൊതുജനങ്ങൾ തത്സമയം സ്വന്തം ഭാഷയിൽ അതേ പ്രസംഗം കേൾക്കുകയും ചെയ്യുന്ന ദിവസം വിദൂരമല്ല എന്നും സിനിമാ ഹാളിലും സ്കൂളുകളിലും ആശുപത്രികളിലും കോടതികളിലും ഈ സാങ്കേതികവിദ്യ വ്യാപകമായി ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ വലിയ മാറ്റം സംഭവിക്കുമെന്നും ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു. തത്സമയ വിവർത്തനവുമായി ബന്ധപ്പെട്ട കൂടുതൽ മികവുറ്റ ടൂളുകൾ നിർമ്മിച്ചെടുക്കാനും പ്രധാനമന്ത്രി സ്റ്റാർട്ടപ്പുകളോട് ആവശ്യപ്പെട്ടു. നമ്മുടെ നാട്ടിൽ ഭാഷാ പ്രശ്നങ്ങൾ കാരണം പല കുട്ടികളും പഠനം പാതിവഴിയിൽ ഉപേക്ഷിച്ചിരുന്നു. പുതിയ ദേശീയ വിദ്യാഭ്യാസ നയവും ഇത്തരം പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ സഹായിക്കുന്നു. ഒരു കുട്ടിയുടെയും വിദ്യാഭ്യാസത്തിനും പുരോഗതിക്കും ഭാഷ ഒരു തടസ്സമാകരുത് എന്നതിനാണ് ശ്രമിക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അയോധ്യയിലെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് രാജ്യമൊട്ടാകെ ഉത്സാഹവും ആവേശവുമാണ്. ആളുകൾ അവരുടെ വികാരങ്ങൾ വ്യത്യസ്ത രീതിയിൽ പ്രകടിപ്പിക്കുന്നതായും കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി ഭക്തിഗാനങ്ങൾ രചിക്കപ്പെട്ടതായും ഇത്തരം ഗാനങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. 2024 ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ഭാരതത്തിന്റെ നേട്ടങ്ങൾ ഓരോ ഭാരതീയന്റെയും നേട്ടങ്ങളാണെന്നും ഭാരതത്തിന്റെ വികസനത്തിനായി നാം തുടർച്ചയായി പ്രവർത്തിക്കണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. എന്ത് തീരുമാനമെടുത്താലും അതിൽ നിന്ന് രാജ്യത്തിനുള്ള പ്രയോജനം എത്രത്തോളം ഉണ്ടാകുമെന്നതിന് പ്രാധാന്യം നൽകണം. രാജ്യം ആദ്യം എന്നതിലും വലിയ മന്ത്രമില്ല. ഇതിലൂടെ രാജ്യത്തെ വികസിതവും സ്വാശ്രയവുമാക്കണം. 2024 अब कुछ ही घंटे दूर है. भारत की उपलब्धियां हर भारतवासी की उपलब्धि है. भारत के विकास के लिए निरंतर जुटे रहना है. हम कोई भी काम करें, कोई भी फैसला लें, हमारी सबसे पहली कसौटी यही होनी चाहिए कि इससे देश को क्या मिलेगा, इससे देश का क्या लाभ होगा. നിങ്ങൾ കേട്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 108ാം പതിപ്പിനെ ആസ്പദമാക്കി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി. ഏകോപനം മയൂഷ AM. തയ്യാറാക്കി അവതരിപ്പിച്ചത് ലക്ഷ്മി ശ്രീ വിജയ.